ഒരു വന്ദേ ഭാരതിൽ പോയ കഥ കേട്ടാലോ? ഞാനും അമ്മാളും കൂടെ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു വന്നത് വന്ദേ ഭാരതിലാണ്. കുറച്ച് നാളായിട്ടുള്ളൊരാഗ്രഹമാണ് വന്ദേ ഭാരതിലൊന്ന് യാത്ര ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ വരാൻ ഇനിയും 1 മണിക്കൂറുണ്ട്. ഞങ്ങൾ അവിടുത്തെ AC വെയിറ്റിംഗ് ലോഞ്ചിലാണ് ഇരുന്നത്. 1 മണിക്കൂറത്തേക്ക് 30 രൂപയാണ് ചാർജ് ഒരാൾക്ക്. വളരെ വൃത്തിയുള്ള ഒരു ബാത്റൂമും നല്ല ഒരു വെയിറ്റിംഗ് സ്പേസുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിനിൽ ഈ കാഴ്ച വളരെ നല്ലതായിരുന്നു. അടുത്ത യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ട്രെയിൻ കംപ്ലീറ്റ് അവർ ക്ലീൻ ചെയ്യുകയാണ്. ട്രെയിനിലേക്ക് കയറുന്ന ഡോറ് സ്ലൈഡിംഗ് ഡോറാണ്. അതുപോലെ അകത്ത് കയറിയപ്പോഴാണെങ്കിലും ഒരു വിമാനത്തിൽ കയറിയ പ്രതീതിയാണെന്നാണ് അമ്മാള് പറഞ്ഞത്. അമ്മാള് വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ഇത്രയും ഭംഗിയുള്ള വൃത്തിയുള്ള ട്രെയിൻ അവൾ കണ്ടിട്ടില്ല അത്രേ. ഞങ്ങൾക്ക് മിഡിൽ പോർഷനിലായിട്ടാണ് സീറ്റ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഫേസ് ടു ഫേസ് ആൾക്കാരും ഉണ്ടായിരുന്നു. സീറ്റിന് മുന്നിലായി ഒരു ചെറിയ മീശ. നമുക്ക് ഭക്ഷണം വയ്ക്കാനും ലാപ്ടോപ്പ് വയ്ക്കാനുമായിട്ടുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ബാത്റൂം ആണെങ്കിലും വളരെ വൃത്തിയുള്ളതാണ്. പൈപ്പ് സെൻസർ ആണെന്ന് അറിയാതെ ഉള്ള വിഷമമാണ് ഈ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയും വൃത്തിയൊന്നും ഞാൻ കയറിയപ്പോൾ പ്രതീക്ഷിച്ചില്ല. ലേഡീസിനാണെങ്കിലും തനിയെ യാത്ര ചെയ്യുമ്പോൾ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓരോ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേയും ആ സ്റ്റേഷൻ്റെ പേര് പറയുന്നത് വളരെ നല്ലതായി തോന്നി. ഞങ്ങളുടെ ടിക്കറ്റിൽ ഈവനിങ് സ്നാക്ക് ആൻഡ് ടീ ഇൻക്ലൂഡഡ് ആയിരുന്നു. നല്ലൊരു ജിഞ്ചർ ടീയും ചെറിയ സ്നാക്കും എല്ലാം കഴിച്ച് ഞങ്ങളങ്ങനെ യാത്ര തുടർന്നു. 4:05 ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കയറിയത്. 6:45 ഞങ്ങൾ എറണാകുളം സൗത്തിലെത്തി. എന്തായാലും വന്ദേ ഭാരതിലെ ഈ യാത്ര വളരെ നല്ലൊരു അനുഭവമായിരുന്നു.